Hello everybody. Calicut യൂണിവേഴ്സിറ്റിയിലെ AI and ELE ഇംഗ്ലീഷ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ എന്നുള്ള കോഴ്സിൽ നിന്ന് മോഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു AI അതിൻ്റെ സിലബസ് ആണ് ഇപ്പോൾ കാണുന്നത്. അതിൽ മെയിനായിട്ട് what we need to study is the introduction to AI tools for English language learning. This includes the AI mobile apps. You have to experiment with Grammarly. You also have to look into Duolingo for learning a foreign language. We also have to look into the history, the emerging trends in artificial intelligence, how AI is used in personalized learning, and also intelligent tutoring systems. AI in language learning and also AI for early intervention in learning disabilities. So the first one is, what is artificial intelligence? And the abbreviation is AI. This is a branch of computer science that focuses on creating systems capable of performing tasks that typically require human intelligence. These tasks include understanding natural language, recognizing patterns, learning from experience, and also making decisions. Artificial intelligence in the parayunnathu certain systems that, of course, they rely on human intelligence, but they also understand our natural language. Chatbots, for example, നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ്, when we ask a query, ഒരു frequently asked question ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഓട്ടോമാറ്റിക് ആയിട്ട് അത് തരും. റെക്കഗ്നൈസിങ് പാറ്റേൺ, നമ്മളുടെ ഫേസ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ്, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടും കൂടുതൽ വേഗത്തിൽ അത് വർക്ക് ചെയ്യും. ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ്, ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു പർട്ടിക്കുലർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് വീണ്ടും വീണ്ടും അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. And also it can make decisions. Sometimes it will be able to make certain decisions which of course there might be a control at the human side, but at the same time sometimes it can also make decisions faster than any human being can. So there are two types of artificial intelligence. One is called the narrow AI or the weak AI. Here this type of AI is designed to perform a specific task such as language translation or facial recognition. അപ്പോൾ മുഖം നോക്കുക, മുഖത്തിൻ്റെ പോയിന്റ്സ്, ഹോട്ട്സ്പോട്ട്സ്, മുഖത്തിൻ്റെ ഈ ഐബ്രോസ്, ഐസിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ, അതിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ ഫോൺ ആദ്യം മേടിക്കുന്ന സമയത്ത് ഈ ഇതിൻ്റെ ഫേഷ്യൽ റെക്കഗ്നിഷൻ നമ്മളോട് പറയും ഇങ്ങോട്ട് കാണിക്കാനും മുഖം ഇങ്ങോട്ട് തിരിക്കാനും തലയെ മുകളിലേക്കും താഴത്തേക്കും ഒക്കെ കാണിക്കാനായിട്ട്. സോ ഇറ്റ് റെക്കഗ്നൈസസ് അവർ ഫേസ് ബൈ അസൈനിങ് സർട്ടൻ പോയിന്റ്സ് ടു അവർ ഫേസ്. അതോടുകൂടെ പിന്നെ ആ ഫോണ് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ്സ് ഉള്ള ആള് നോക്കിയാൽ മാത്രമേ ആ ഫോണ് ഓപ്പൺ ആകൂ. സോ ദിസ് ഇസ് ലൈക്ക് ഓപ്പറേറ്റിംഗ് വിതിൻ എ ലിമിറ്റഡ് ഏരിയ ഡൊമെയിൻ. അല്ലെങ്കിൽ ഒരു അസംബ്ലി ലൈനിൽ, ഒരു കാറിൻ്റെ ഒരു അസംബ്ലി ലൈനിൽ സ്ക്രൂ ഒരു പർട്ടിക്കുലർ ഒരു 10 സ്ക്രൂ വെക്കണം. ആ 10 സ്ക്രൂവിൻ്റെ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്ക്രൂ ഇൻസേർട്ട് ചെയ്യുന്നു, സ്ക്രൂ അത് ടൈറ്റൻ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ദാറ്റ് ഈസ് ദ ജോബ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ robot, which is what is known as a narrow AI robot, weak AI robot. So this sort of artificial intelligence or this type of robot operates within a limited context and it cannot be generalized to its knowledge to other domains. അത് ഈ റോബോട്ട് സ്ക്രൂ ടൈറ്റൻ ആക്കുന്ന റോബോട്ട് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. Then you also have strong AI, general AI or what you call strong AI. But artificial intelligence have the power to understand, learn, apply knowledge across different domains, much like humans. General AI remains a theoretical concept and has not yet been achieved. അപ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറച്ച് കഴിഞ്ഞാൽ അവർ ഇത് പഠിച്ച് അവർ കുറച്ചും കൂടി മറ്റ് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ നോളജ് അവർ അപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഒരു ഹാർട്ടിൻ്റെ കേസാണ്. ഹാർട്ടിൻ്റെ കേസ്
ഇവിടെ സ്റ്റെൻഡ് വെച്ചു, സ്റ്റെൻഡ് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ചു. അപ്പോൾ ഇതേപോലത്തെ കേസസ് വേറെ ഡോക്ടേഴ്സ് വേറെ സ്ഥലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ നോളജ് ഡേറ്റാബേസിലുണ്ട്. അപ്പോൾ ഈ നോളജ് മുഴുവൻ ഇത് കളക്ട് ചെയ്തിട്ട് അസിമുലേറ്റ് ചെയ്ത് അതിന് ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ ആ പോസിബിലിറ്റീസ് പഠിച്ചിട്ട് it could give you a suggestion, it could give you a better suggestion എന്നാണ് പറയുന്നത്. So like this you have robots which in the future might understand, learn and apply this knowledge. It is still a theoretical concept, പക്ഷേ അങ്ങനത്തെ റോബോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉണ്ടാവാം എന്നാണ് പറയുന്നത്. Now where do you use AI? AI has a wide range of applications including natural language processing. So computers can understand, interpret and generate human language. നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ അതിൻ്റെ ഒരു AI നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. സോ എനി വേർഡ് ദറ്റ് യു ഗിവ്, ഇപ്പോൾ മണം എന്ന് പറയുന്നത് സ്മെൽ, ഓർ എ വേർഡ് ലൈക്ക് ലൈറ്റ് ഹാസ് ഡിഫറെൻറ്റ് മീനിങ്സ്. ഇപ്പോൾ വിളക്കിൻ്റെ തിരി, അല്ലെങ്കിൽ വൈകുന്നേരം കത്തിക്കുന്ന മാച്ച് ബോക്സിൻ്റെ ലൈറ്റ്, അല്ലെങ്കിൽ മറ്റേ ഇലക്ട്രിക് ലൈറ്റ്, ഇത് എല്ലാത്തിനും ഡിഫറെൻറ്റ് മീനിങ്സ് അല്ല, ഇറ്റ്സ് ബേസിക്കലി ഇത് സെയിം ബട്ട് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇത് മുഴുവൻ ആദ്യം ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സേഴ്സിനെ അറിയിക്കുക, ദെൻ ഇറ്റ് വിൽ ബി ഏബിൾ ടു ഗെറ്റ് or make chatbots and language translations and even sentiment analysis. So chatbots are those things which will help solve certain questions. For example, you have chatbots now in hospitals where many of the questions that you ask a ordinary person, these chatbots can answer. For example, OP ticket cost എത്രയാണ്, അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ ലീവ് ആണോ, അല്ലെങ്കിൽ ഇന്ന ഇവിടെ ഇത് ഓപ്പറേഷൻ തിയേറ്ററിൽ എത്രയാണ് ചാർജസ് വരുന്നത്, ICUയുടെ ചാർജസ് എത്രയാണ്, ഇങ്ങനത്തെ ഓട്ടോമേറ്റഡ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ സെൻറ്റിമെൻറ്റ് അനാലിസിസ് ആണ് ഇപ്പോഴത്തെ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതായത് ദ വേ വെൻ യു ടോക്ക് ടു എ റോബോട്ട്, when you talk to an artificial intelligence, it will feel your sentiment, and based on that it will give you answers in that way. For example, നമ്മളിപ്പോൾ ഒരു ഹെൽപ്പ് ലൈൻ വിളിക്കുകയാണ്, ആ ഹെൽപ്പ് ലൈൻ നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ടാണ് വിളിക്കുന്നതെങ്കിൽ there are now chatbots which will give you situations, calm and soothing situations in a very friendly manner. You might even mistake it, you might think it's a natural person talking to you, but actually it might be a robot talking to you. So natural language processing അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഓഫ് ലാംഗ്വേജസ്, ഞാനിപ്പോൾ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്പാനിഷിൽ ഹോല എന്ന് പറയും, അത് ജാപ്പനീസിൽ എന്താണോ ആ വേർഡ് അത് പറയാം, അല്ലെങ്കിൽ നമസ്തേ ഹിന്ദിയിൽ പറയും. അങ്ങനെ മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ ഒരുമിച്ച് പറയാവുന്ന കഴിവുള്ള ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഡുവോലിംഗോ പോലത്തെ പ്രോഗ്രാംസ് ഒക്കെ. ദെൻ കമ്പ്യൂട്ടർ വിഷൻ. Computer vision involves teaching computers to interpret and understand visual information from the real world, including facial recognition, object detection and autonomous vehicles. അപ്പോൾ ഫേഷ്യൽ റെക്കഗ്നിഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ, ദൂരത്തെ ഒരു ഒബ്ജക്റ്റ് കണ്ടതനുസരിച്ചിട്ട് അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ഒബ്ജക്റ്റായിട്ട് അത് സിമിലാരിറ്റി നോക്കിയിട്ട് അത് ഇത് ആണ് എന്നുള്ളത് പറഞ്ഞു തരാൻ artificial intelligence is now used. And autonomous vehicles, അതായത് ഡ്രൈവർലെസ് കാർസ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. ചില സിറ്റീസിലൊക്കെ അതിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ലോസ് ആഞ്ചലസിലൊക്കെ വെയ്മോ എന്നുള്ള കാറൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വേർ കുറച്ച് കഴിഞ്ഞാൽ യു വിൽ ബി സിറ്റിംഗ് നെക്സ്റ്റ് ടു ദ ഡ്രൈവർ, ബട്ട് ദ ഡ്രൈവർ ഇസ് നോട്ട് ദർ. You just feed the destination on your mobile and automatically the car will start, and it will go automatically via the road and onto the place. But there are certain places where it is still having problems. Like for example, രണ്ട് artificial autonomous cars തമ്മിൽ മുട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുട്ടല്ല അവർ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാദ്യം പോകണം എന്നുള്ള കമാൻഡ് കൊടുക്കാനും അങ്ങനത്തെ ചില പ്രയാസങ്ങളൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണാം. ബട്ട് സ്റ്റിൽ autonomous vehicles will soon come, and they are being tested to the maximum in certain cities in China and also in certain cities in the USA. പിന്നെ മെഷീൻ ലേണിംഗ് ആണ് അടുത്തത്. ദാറ്റ് ഈസ് കുറച്ച് കഴിഞ്ഞാൽ AI systems will be able to
learn data and improve over time. It will have what you call predictive analysis and image recognition. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ബ്ലഡ് പ്രഷറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് പ്രഷറിൻ്റെ സ്ഥിതി എന്തായിരിക്കും, അങ്ങനത്തെ പ്രിഡിക്റ്റീവ് അനാലിസിസ് ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറച്ച് കഴിഞ്ഞാൽ ചെയ്യും. പിന്നെ റോബോട്ടിക്സ് AI plays a crucial role in robotics by enabling robots to perceive the environment, make decisions and perform tasks autonomously. For example, ഒരു sewage system, ഒരു ഗട്ടർ അവിടെ വെള്ളം നിറഞ്ഞു അല്ലെങ്കിൽ അവിടെ ഒരു ബ്ലോക്ക് ആയിട്ടുണ്ട്, ഈ sewage റോബോട്ട്സിനെ ഉള്ളിലേക്ക് വിടാം. എന്നിട്ട് അത് ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ ക്യാമറ ഗൈഡൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് സാധനങ്ങൾ അവിടെ ഈ ഡ്രെയിൻ ക്ലിയർ ചെയ്തിട്ട് കുറച്ച് വേഗത്തിൽ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഈ റോബോട്ട്സൊക്കെ ചെയ്യാൻ പറ്റുന്നത് പോലെയുള്ള ഡിസിഷൻസ് എടുക്കാനും ആ ടാസ്ക്സ് വേഗത്തിൽ ചെയ്യാനും റോബോട്ട്സിന് ഇപ്പോൾ കഴിവ് മെല്ലെ തുടങ്ങി. അത് ബേസിക്കലി പ്രസൻ്റ്ലി ദോസ് ആർ ഇൻ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ടു ഹെൽത്ത് കെയർ അസിസ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ, ഒരു ICU പേഷ്യൻ്റ് അവിടെ പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് നിൽക്കുന്നു അല്ലെങ്കിൽ നിൽക്കാൻ പോകുന്നു, ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് CPR കൊടുക്കാവുന്ന തരത്തിലുള്ള മെഷീൻസ് ആയിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കൊടുക്കും. അപ്പോൾ സാധാരണ രീതിയിലാണെങ്കിൽ ഇത് നഴ്സ് ഡോക്ടറിനെ വിളിച്ച് അല്ലെങ്കിൽ നഴ്സ് ഓടി വന്നിട്ട് ചെയ്യണം. പക്ഷെ ആ ഒരു സമയം പോലും ലാഭിക്കാം, ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെയ്യും. ഇപ്പോൾ സോ ഹെൽത്ത് കെയറിലൊക്കെ ഇപ്പോൾ വളരെയധികം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇസ് നൗ ബീങ് യൂസ്ഡ്. ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിങ്ങിലും വരാൻ തുടങ്ങിയിട്ടുണ്ട്. വേർ യു ഹാവ് വാട്ട് യു കോൾ പേഴ്സണലൈസ്ഡ് ലേണിംഗ് പാത്സ്. അപ്പോൾ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിങ്ങിൽ AI എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, പേഴ്സണലൈസ്ഡ് ലേണിംഗ് പാത്സ്. അപ്പോൾ AI tools can analyze your language proficiency, learning preferences and create customized learning paths that focus on areas where you need improvement. For example, നിങ്ങൾക്ക് suppose നിങ്ങൾക്ക് past tense, present tense, past tense, future tense. നിങ്ങൾക്ക് past tense ആണ് നിങ്ങൾക്ക് പ്രയാസം, വേറെ സ്റ്റുഡൻറ്റിന് ഫ്യൂച്ചർ ടെൻസ് ആണ് പ്രയാസം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് ടെൻസിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അഡീഷണൽ ആയിട്ട് തരും. സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ബിക്കം ബെറ്റർ ഇൻ പാസ്റ്റ് ടെൻസ്. മറ്റേ ആൾക്ക് ഫ്യൂച്ചർ ടെൻസ് ആണ് പ്രയാസമെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലെ ക്വസ്റ്റ്യൻസ് കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് സംതിങ് ലൈക്ക് ഒരു ഡാറ്റാ ബാങ്ക് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെയാണോ ഫ്യൂച്ചർ ടെൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് B സ്റ്റുഡൻറ്റിന് കൊടുക്കുന്നു. A സ്റ്റുഡൻറ്റിന് പാസ്റ്റ് ടെൻസ് ആണ് പ്രയാസമെങ്കിൽ പാസ്റ്റ് ടെൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് A സ്റ്റുഡൻറ്റിന് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ലേണിംഗ് പാത്സ് AI ടൂൾസിന് പറ്റും. പിന്നെ ഇൻറ്ററാക്റ്റീവ് എക്സസൈസസ്. എനിക്ക് ക്വിസസ് ആണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ എനിക്ക് ക്വിസസ് ആയിരിക്കും തരുന്നത്. ക്വിസസിൻ്റെ ലെവൽ എൻ്റെ ലെവൽ കുറച്ചുകൂടി നല്ലതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ലെവൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. വേറെ ആളുടെ ലെവൽ കുറച്ചുകൂടി കുറവാണെന്നുണ്ടെങ്കിൽ ആ ലെവൽ വെച്ചിട്ടാണ് അവർക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കുക. ക്വസ്റ്റ്യൻസ് അതനുസരിച്ചിട്ടാണ് അവർക്ക് ഫ്രെയിം ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഗെയിംസ്, സിമുലേഷൻസ് ഇപ്പോൾ ഒരു കാർ ഓടിക്കുന്ന ഒരു കാറ് സിറ്റി ഡ്രൈവിംഗ് എങ്ങനെയായിരിക്കും, ഇത് തന്നെ മൗണ്ടനസ് റീജിയനിൽ ഡ്രൈവിംഗ് എങ്ങനെയായിരിക്കും, ഇതൊക്കെ സിമുലേഷൻസ് വെച്ചിട്ട് കാറിൽ നമ്മൾ ഇരിക്കുകയാണ്, ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മൾ TV സ്ക്രീനിൻ്റെ മുമ്പിൽ കാറ് പോകുന്ന റോഡ് ഉണ്ടാവും, അത് നമ്മൾ ബ്രേക്ക്, ആക്സലറേറ്റർ, ക്ലച്ച് ഒക്കെ പ്രസ് ചെയ്തിട്ട് നമുക്ക് എടുക്കുന്നതാണ്. സോ സച്ച് things can be done so that the learners will be immersed in these things. So even in language practices also these are being done. And another AI tools that is used is what you call, known as for instant feedback and correction. ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തു, ആ സെൻറ്റൻസിൽ എന്തെങ്കിലും സ്ട്രക്ചറിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സെൻറ്റൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് തരുന്നു. എന്നിട്ട് അതിൻ്റെ എറർ പറഞ്ഞു തരുന്നു. എന്നിട്ട് അതിൻ്റെ പോലെ തന്നെ വേറൊരു സെൻറ്റൻസ് തരുന്നു. ആ സെൻറ്റൻസ് നിങ്ങൾ പഠിക്കുന്നതോടുകൂടെ യു ബിക്കം ബെറ്റർ അറ്റ് ദാറ്റ്. ഇതേപോലെ പ്രൊനൗൺസിയേഷൻ, ചില വാക്കുകളൊക്കെ നമുക്കിപ്പോൾ HEART അത് ഹാർട്ട് എന്നാണ് പറയുന്നത്, പക്ഷെ ചിലവർ അത് ഹേർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രൊനൗൺസിയേഷൻ തെറ്റി പ്രൊനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കറക്റ്റ് ചെയ്യാൻ AIക്ക് പറ്റുന്നുണ്ട്. അതേപോലെ വൊക്കാബുലറി ചോയ്സസ്,
നമ്മുടെ വാക്കുകൾ ലെറ്റേഴ്സ് ചീഫ് CHIEF ആണ്, പക്ഷേ CHEIF എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്യാനും ഈ കാര്യങ്ങൾക്കൊക്കെ വൊക്കാബുലറി കറക്ഷൻസിനൊക്കെ AI ഉപയോഗിക്കാൻ തരും. സോ ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് ആൻഡ് കറക്ഷൻ ഇസ് ഓൾസോ വൺ job done by artificial intelligence based tools. Then next is what's known as adaptive learning. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് we feel that നമ്മൾ ലെവൽ 1-ലെത്തി, ലെവൽ 1 പ്രയാസമാണെങ്കിൽ ആ ലെവൽ 1-ലെ ക്വസ്റ്റ്യൻസ് വീണ്ടും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. വേറെ ആൾ ലെവൽ 2-ലെത്തി അല്ലെങ്കിൽ ലെവൽ 3-ലെത്തിയെങ്കിൽ അവർക്ക് പിറ്റത്തെ ദിവസം ലെവൽ 3 മുതലാണ് അവർക്ക് അവരുടെ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുക. സോ AI powered platforms based on your email അല്ലെങ്കിൽ based on your keyboard strike അല്ലെങ്കിൽ your keyboard stroke അത് വെച്ചിട്ട് നിങ്ങളുടെ യൂസർ നെയിം അടിക്കുമ്പോഴത്തേക്കും AIക്ക് അറിയാം ഏത് ലെവലാണ് നിങ്ങൾ ഇന്നലെ നിർത്തിയത്, അവിടെ മുതലാണ് മുന്നോട്ട് പോവുക. സോ ദിസ് വാട്ട് യു കോൾ അഡാപ്റ്റീവ് ലേണിംഗ്. സോ ഒരു ക്ലാസ്സിൽ 60-30 പേരുണ്ടെങ്കിൽ 30 പേർക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെവൽസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. The computer system and the AI can control that, and this particular sort of learning is known as adaptive learning. Then you have what you call speech recognition and pronunciation practice. ഇത് പ്രത്യേകിച്ച് സ്ലോ സ്പീക്കിംഗ് ഉള്ളവർക്കൊക്കെയാണ് ഇത് വളരെ നല്ലത്. അപ്പോൾ സംസാരിക്കാൻ പ്രയാസമുള്ള ആൾക്കാർക്ക് ക്ഷമയോടെ കൂടെ വീണ്ടും 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 പ്രൊനൗൺസ് ചെയ്യിപ്പിക്കാൻ യു ഹാവ് AI based speech recognition platforms where you can pronounce words, you can speak words slowly or you can speak words fast, and it will adjust the tone and speak to you in such a way. So these skills are compared to native speakers. Native speakers are supposed to be the people who speak English well. അങ്ങനത്തെ ആൾക്കാരായിട്ട് ഇത് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനുള്ള കറക്റ്റ് ടോണും പ്രൊനൗൺസിയേഷനൊക്കെ പറഞ്ഞു തരും. സോ these are certain places where AI tools are used in language learning. Where are they used? 1. Personalized learning paths. 2. Interactive exercises. 3. Instant feedback and correction. 4. Adaptive learning. And 5. Speech recognition and pronunciation practice. അപ്പോൾ അതിലെ എക്സാമ്പിൾസ് ആണ്. ഒന്ന് ഗ്രാമർലി നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. വേറെ ഒന്ന് ഡുവോലിംഗോ ഓൾസോ ഹാസ് proficiency levels in different languages. ഇപ്പോൾ ജർമ്മൻ പഠിക്കാനോ അല്ലെങ്കിൽ ഫ്രഞ്ച് പഠിക്കാനോ ദിസ് ഡുവോലിംഗോ is used. പിന്നെ വേറൊരു ആപ്പ് ആണ് സ്പീച്ചേസ് also gives you, when you speak to it, it gives you the correct feedback on your intonation, in your rhythm and your stress patterns, how you stress words accordingly. ഇപ്പോൾ photography, about wherever is the stress, photography, photography. അപ്പോൾ എവിടേക്കാണ് സ്ട്രെസ് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു തരും. ദിസ് ഇസ് ഇൻ എ ആപ്പ് കോൾഡ് സ്പീച്ചേസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഹിസ്റ്ററി സ്റ്റാർട്ടഡ് വിത്ത് ഏർലി the 20th century. അന്ന് ഈ ഐഡിയ ഓഫ് ക്രിയേറ്റിംഗ് ആർട്ടിഫിഷ്യൽ ബീയിങ്സ് വിത്ത് ഹ്യൂമൻ ലൈക്ക് intelligence dates back to ancient civilization with myths and tales of humanoid creatures coming to life. അപ്പോൾ പണ്ടേ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഹ്യൂമൻ ലൈക്ക് ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാർ, ഹ്യൂമനോയിഡ് ക്രീച്ചേഴ്സ് ഉണ്ടാവും എന്നൊക്കെ പണ്ടേ പറഞ്ഞിരുന്നു. അത് 17th 18th century ആയപ്പോഴത്തേക്കും റെനെ ഡെക്കാർട്ടെ contemplated the nature of consciousness and mechanical thought, laying the groundwork for future discussions in AI. റെനെ ഡെക്കാർട്ടെയാണ് ആദ്യമായിട്ട് AI മിക്കവാറും വേഗം വരും എന്നുള്ളത് പറഞ്ഞത്. 1950s to 60s ഇടയിൽ ആലൻ ട്യൂറിംഗ് ടെസ്റ്റാണ് ആദ്യമായിട്ട്. ദിസ് ടെസ്റ്റ് വാസ് ടു ഡിറ്റർമിൻ എ മെഷീൻസ് ഇൻ്റലിജൻസ് by allowing its ability to exhibit human-like behavior in conversation. അതിന് യൂട്യൂബ് ലിങ്ക് ഉണ്ട്. ഈ യൂട്യൂബ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുതരാം, അതൊന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ആലൻ ട്യൂറിംഗ് ടെസ്റ്റ് വെച്ചിട്ടാണ് AI-ൻ്റെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI-യുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്നുള്ളത് ആൾക്കാർക്ക് കൂടുതൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. അത് 1956 ആയപ്പോഴത്തേക്കും അതിൻ്റെ ഒരു കോൺഫറൻസ് ഡാർട്ട്മൗത്ത് എന്നുള്ള സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തു. അവിടെ
scientists ഒക്കെ വന്നിട്ട് they started using this term called artificial intelligence. അപ്പോൾ അതിൻ്റെ ഒരു കമ്മമറേഷൻ പ്ലാക്കാണ് 1956 ഒരു സ്റ്റോണാണ് ഈ ഫോട്ടോയിലുള്ളത്. അങ്ങനെ ആദ്യത്തെ പ്രോഗ്രാംസ് തുടങ്ങി. ലോജിക് തിയറീസ് ബൈ Alan Newell and Herbert Simon. They started AI programs, and you had what you call an AI winter. AI winter എന്ന് ഒരു പർട്ടിക്കുലർ സമയത്ത് ഇതിൻ്റെ ഫണ്ടിങ്ങും ഇതിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് കുറയാൻ തുടങ്ങി. കാരണം എല്ലാവരും ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്തു AI ഭയങ്കരമായിട്ട് വരുമെന്ന്. പക്ഷെ അത് വന്നില്ല. അപ്പോൾ AI വിന്റർ എന്നുള്ളൊരു സമയമാണ് 70s to 80s. കുറച്ച് കഴിഞ്ഞപ്പോൾ എക്സ്പെർട്ട് സിസ്റ്റംസ് വരാൻ തുടങ്ങി. Those that could mimic human expertise in certain domains like medicine and finance. ഇപ്പോൾ MYCI എന്ന ഒരു for diagnosing bacterial infections. അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എവിടേക്കാണോ ഉള്ളത് അത് മുഴുവൻ ഈ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുന്നു. എന്നിട്ട് അത് ഒരു ഇൻ്റലിജൻസ് ലെവലിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലെവലിൽ അത് പറയുന്നു ഇന്ന സ്ഥലത്ത് ഇനി വന്നേക്കാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളും കൊണ്ടായിരിക്കണം ഇത് വരുന്നത്. അങ്ങനെ lots of data piled together, and getting an intelligence out of that seemed possible using what you call artificial intelligence, or what is known as expert systems. And then the neural networks and machine learning started by late 20th century. Here also you had what you call a technique called back propagation for training neural networks. So basically training computers and making it understand more things was what was done during this period. And then we started moving on to what you call as machine learning. So certain things that a machine could learn and do without the help of human beings, or maybe with the help of a switch or button it could do. For example, ഒരു assembly line you have about 5 or 6 robots, and ഈ കാറിൻ്റെ ഫ്രെയിം വരുന്നു. അപ്പോൾ ഒരു റോബോട്ട് വെൽഡ് ചെയ്യുന്നു, ഒരു റോബോട്ട് സ്ക്രൂ ചെയ്യുന്നു, മറ്റേ റോബോട്ട് ഈ പാർട്സ് അവിടത്തേക്ക് വെച്ചു കൊടുക്കുന്നു. അങ്ങനെ things could be done faster than human beings and with more efficiency, and also they never get tired. So all these things combined means efficiency improved, work output improved, and more cars could be produced. Then by the 21st century you had what you call big data and deep learning. So imagine ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ പേ എത്ര പേരാണ് എല്ലായിടത്തും ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്. എന്നാലും എല്ലാ ബാങ്കിലും ഈ ഗൂഗിൾ പേയുടെ ട്രാൻസാക്ഷൻ വന്നിട്ട് പൈസ അതിൽ നിന്ന് എടുക്കുകയോ, അല്ലെങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുകയോ, ഇതൊക്കെ ചെയ്യുകയാണ് അറ്റ് എ ഫ്ലാഷ് ഓഫ് എ സെക്കൻഡ്. അപ്പോൾ നമ്മുടെ ബാങ്കിൽ ഈ ഗൂഗിൾ പേ വന്ന് അതിൽ നിന്ന് പൈസ നമ്മളൊരു വേറെ സ്ഥലത്ത് സാധനത്തിൽ കൊടുത്തിട്ട് ഷർട്ട് മേടിച്ചു നോക്കി ഒരു മോളിൽ നിന്ന്, അപ്പോൾ പൈസ നമ്മളിൽ നിന്ന് എടുത്തിട്ട് ആ അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കുന്നു. അപ്പോൾ all these are done without the help of human intervention in what is known as artificial intelligence. So a lot of data is being handled, and a lot of learning is also being done. ഇതിൻ്റെ എഫിഷ്യൻസി എത്രയാണ്, എവിടേക്കാണ് പ്രയാസങ്ങൾ വന്നത്, എത്ര ഇതിൽ ത്രെഡ്സ് ഉണ്ടായി, എത്ര ഇതിൽ സ്പാം ഉണ്ടായി, എത്ര പേയ്മെൻറ്റ്സ് നടന്നില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇത് പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യം എങ്ങനെ അത് കറക്റ്റ് ചെയ്യാമെന്ന് പോലും ഇറ്റ് ലേൺസ് ബൈ ഇറ്റ് സെൽഫ്. ഇതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. Then you have the new emerging trends in AI. For example, you have generative AI. ഇതാണ് നമ്മൾ പുതിയ ജെമിനി, അല്ലെങ്കിൽ ക്ലൗഡ്, അല്ലെങ്കിൽ മെറ്റ, അല്ലെങ്കിൽ ഡീപ് സീക്ക്, അല്ലെങ്കിൽ പെർപ്ലെക്സിറ്റി. Generative, that is they start learning from whatever content they get, and they can even write codes. ഇപ്പോൾ ചാറ്റ് ജിപിടിയിലൊക്കെ നമ്മൾ കോഡ് എഴുതി തരും. You can even write scripts. So all these things are now possible in what is known as generative AI. Then you have multimodal AI, where you can give information via text, it will convert it into speech. You can give image, it will describe the image for you. You can give a text and it will make a video for you. All these things based on your spoken commands, or you show an object in front of a camera, or even facial expressions. This is what is known as multimodal AI. And then you have AI democratization. That is,
more people will be able to use all these things more easier, which means more and more things will be used with AI. For example, if the maps, Google Maps, you can, you want to go to a particular place, automatically it will search the place and it will give you a direction. Direction traffic points എവിടേക്കാണോ ട്രാഫിക് ജാം ഉള്ളത് അത് ചുവപ്പിൽ മാർക്ക് ചെയ്യും. ഇനി നമ്മളിപ്പോൾ ഒരു ഓല ടാക്സി, ഓല അല്ലെങ്കിൽ ഊബർ അങ്ങനത്തെ ടാക്സി എടുക്കുകയാണെങ്കിൽ ആ ടാക്സി എത്ര മിനിറ്റ് ദൂരം നമ്മളിൽ നിന്ന് ഉണ്ട്, ഹൗ ഫാസ്റ്റ് ക്യാൻ വി ഗെറ്റ് ദ കാർ, അങ്ങനെ കാർ കയറി കഴിഞ്ഞാൽ എത്രയാണ് അങ്ങോട്ടേക്ക് എത്താനുള്ള ഡിസ്റ്റൻസിൻ്റെ എമൗണ്ട്, പിന്നെ ഏത് തരത്തിൽ കാർ എടുക്കണം, നമുക്ക് ചെറിയ കാർ വേണോ വലിയ കാർ വേണോ, ഇനി നമ്മൾ കാർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാറിൻ്റെ മാപ്പ് നമുക്ക് വേറെ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ all these things are possible in the sense that almost anybody can now use it. More across ages can use it. This is known as AI democratization. And then the same way workplace AI is also improving, where you have certain places where along with humans artificial intelligence is also playing. For example, ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സിന് പോലും നമുക്ക് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ഇപ്പോൾ AI ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ചാറ്റ് GPT ഉപയോഗിക്കുന്നുണ്ട്, കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ പ്രോജക്റ്റ് ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് ടു മേക്ക് എ പ്രോജക്റ്റ് അവർ ചെയ്യുന്നത്. സോ പേപ്പേഴ്സ് ഉണ്ടാക്കാനും പിന്നെ മീനിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ ഇപ്പോൾ artificial intelligence is being used a lot. So what is known as intelligent tutoring system, ITS. So AI is now used in different types of personal learning. You have what you call adaptive learning. It identifies your strength, your weakness, and then based on that it adjusts accordingly. When you also have real-time feedback. Feedback is always very important. Whether the work of the student is right, whether his writing is okay, whether the way he speaks is fine, what tonal variations need to be done, and mistakes ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് വീണ്ടും കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് again a message is given. അങ്ങനെ all these things are based on real-time feedback. And you also have what is known as learning path optimization, where you can create dynamic learning paths for students. So the system will suggest efficient paths so that the students can learn accordingly. And some of the personalized learning AI powered software is Khan Academy and Duolingo. നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളത് നിങ്ങളുടെ ക്രോം ബ്രൗസറോ അല്ലെങ്കിൽ എഡ്ജ് ബ്രൗസർ വെച്ചിട്ട് നിങ്ങളത് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളത് നോക്കുക. ഇൻ്റലിജൻറ്റ് ട്യൂട്ടറിങ് സിസ്റ്റംസും നിങ്ങൾ നോക്കുക, സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു understand how artificial intelligence is making making things lot easy. And AI has a lot of advantages in language learning, which we have already studied. So understand all these things. And in gamification it is used. In conversational AI chatbots are also used, and in speech recognition and pronunciation feedback also you have artificial intelligence. You also have adaptive learning listening practices, where it listens to your voice. You start with a clear audio and a slow speech, and gradually you can go faster and faster, and the AI will adapt to your learning preference. Like this, look at all this: Duolingo, Babbel, Lango Talk. ഇതൊക്കെ നിങ്ങൾ ബ്രൗസറിൽ അടിച്ച് നോക്കുക, എന്നിട്ട് see how you will be able to look into these different types of artificial intelligence powered apps. And it is AI is also used in early intervention in learning disabilities. So പ്രത്യേകിച്ച് ലേണിംഗ് ഡിസബിലിറ്റീസിൽ ഡേറ്റ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ കുട്ടിക്ക് എന്തൊക്കെയും പ്രയാസം ഉണ്ടോയെന്ന് ആദ്യമേ തന്നെ based on the eye movement, based on the performance of the hands, based on the handwriting patterns, ആ കുട്ടിയുടെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ കറക്ഷൻസ് ചെയ്തേക്കാം. അതേപോലെ ഡിസ്ലെക്സിയ പോലത്തെ ഡിസീസ്, ADHD, ഇതൊക്കെ AI പവർ ടൂൾസ് വെച്ചിട്ട് കുറേ
സഹായിക്കാം. അപ്പോൾ അതും നിങ്ങൾ നോക്കുക. ഹൗ AI can be used to help in dyslexia, in ADHD, in motor neuron diseases and all that. കണ്ണുകൾക്ക് ഏർലി റീഡിംഗ് ഡിഫിക്കൽറ്റീസിന് ഹരാക്ക എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. ദിസ് ഇസ് എൻ AI based സിസ്റ്റം വിച്ച് വിൽ ട്രാക്ക് ഐ മൂവ്മെൻറ്റ്സ്. പിന്നെ പേഴ്സണലൈസ്ഡ് ലേണിംഗ് സപ്പോർട്ട് ഉണ്ട്, അഡാപ്റ്റീവ് ലേണിംഗ് ടെക്നിക്സ് ഉണ്ട്, ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻസ് ഉണ്ട്. അതായത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ കുട്ടിക്ക് ഇന്നൊരു സ്കില്ലില്ലെങ്കിൽ ആ സ്കില്ല് മാത്രം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റീവ് എക്സസൈസസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഇതിലെല്ലാം human expertise in the loop. While AI can be a powerful tool, it shouldn't replace the expertise of educators and learning specialists. AI should be used as a complementary tool. അപ്പോൾ ഇതിലൊന്നും AI മാത്രം വിശ്വസിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പകരം അതിൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ എപ്പോഴും ഉണ്ടാവണം. പിന്നെ accessibility and equity. It is crucial to ensure that AI-powered tools are accessible and affordable to all families, regardless of socio-economic background. ഇപ്പോൾ AI ടൂൾസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ജെമിനി സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ 1950 രൂപയാണ്. അപ്പോൾ എല്ലാവർക്കും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് AI-powered ടൂൾസ് ഈക്വലായിട്ട് എല്ലാവർക്കും കിട്ടണം എന്നുള്ളതാണ് AI ഡെമോക്രറ്റൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ എത്തിക്കൽ കൺസിഡറേഷൻസ് വളരെയധികം നോക്കണം. AI ആൽഗോരിതത്തിൽ ബയസസ് ഉണ്ടാവാം. അപ്പോൾ കാരണം ഇതിന് ഡേറ്റ ട്രെയിൻ ചെയ്തത് മനുഷ്യരാണ്. അപ്പോൾ അവർ അതിൽ എന്തെങ്കിലും ബയസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബയസും അതിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതും നോക്കണം. എത്തിക്കൽ കൺസിഡറേഷൻസ് ഷുഡ് ഓൾസോ ബി മെയ്ഡ് വെൻ യു ആർ ഡീലിംഗ് വിത്ത് AI. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്യുക, ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി ബി ഏബിൾ ടു മാസ്റ്റർ യൂണിറ്റ് 1. ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ ഒരു ഗൂഗിൾ ഡോക്സിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. Okay, so please do subscribe to the channel. You will soon be getting the other modules also. Thank you very much.